ചിലപ്പോഴൊക്കെ നമുക്ക് പറ്റുന്ന ആ ഒരു വലിയ അബദ്ധത്തെക്കുറിച്ചാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്. അതായത് നമ്മൾ ചില സാഹചര്യങ്ങളിലൊക്കെ നമ്മൾക്കൊരു ബ്രേക്ക് വേണം. അല്ലെങ്കിൽ നമുക്ക് ആക്ച്വലി ഒന്ന് റെസ്റ്റ് എടുക്കണം എന്ന് തോന്നുന്ന സമയത്ത് സഡൻലി നമുക്ക് വർക്ക് പ്ലേസിൽ ഒരു നീഡ് വരുന്നു. നിങ്ങളോട് ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് ബാക്കിയുള്ളവർ ചോദിക്കുമ്പോൾ നിങ്ങൾ ഒന്നും ചിന്തിക്കാതെ നിങ്ങളുടെ ക്ഷീണം പോലും വകവയ്ക്കാതെ നിങ്ങൾ അത് ഓക്കെ പറയുന്നു എന്ന് വിചാരിച്ചോ. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് നിങ്ങൾ അത് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഒന്ന് ആലോചിക്കുന്നത് നല്ല ഇത് ഞാൻ ചെയ്തില്ല എങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ലെങ്കിൽ ഞാനിത് ചെയ്തില്ല എങ്കിൽ ചെയ്യാൻ ബാക്കി ആരെങ്കിലും ഉണ്ടോ? എന്ന് ചിന്തിക്കുന്നത് നല്ലതാ. അതായത് നമ്മള് നോ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മക്ക് ഇമോഷണലി നോ പറയണം. അല്ലെങ്കിൽ നമ്മക്ക് മനസ്സ് പറയാണ് നീ ഇത് ചെയ്യണ്ട. നീ റെസ്റ്റ് എടുക്ക്. നീ നോ പറയ് എന്ന് പറയുമ്പഴും നിങ്ങള് ഫോഴ്സ്ഫുള്ളി നിങ്ങളെ നോ പറയാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ നോ പറയുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഗിൽറ്റ് ഫീൽ തോന്നുകയാണ് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ അവിടെ നോ പറഞ്ഞാലും ഇല്ലെങ്കിലും അവിടെ വലിയ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. നിങ്ങൾ ആക്ച്വലി അപ്പൊ വിചാരിക്കുന്നത് നിങ്ങൾ നോ പറയുന്നില്ല, നിങ്ങൾ അത് ചെയ്തു കൊടുക്കുന്നെങ്കിൽ മേ ബി ലൈക്ക് നിങ്ങൾക്ക് നാളെ ഒരു ഗ്രോത്ത് വരും, കമ്പനിയിൽ നിന്ന് നല്ലൊരു പ്രൊമോഷൻ കിട്ടും, അല്ലെങ്കിൽ നല്ലൊരു ഗ്രോത്ത് വരും. സംടൈംസ് ആരും അത് മൈൻഡ് പോലും ചെയ്തെന്ന് വരത്തില്ല. അതൊരു ഫാക്ട് ആണ്. ഈവൻ ഫാമിലിയിൽ പോലും പലപ്പോഴും ഇത് വരാറുണ്ട്. അതായത് ഇപ്പൊ നിങ്ങൾ ഫാമിലിയിലെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രൊവൈഡർ ആയിട്ട് നിൽക്കുകയാണ്. നിങ്ങളോട് നിങ്ങളുടെ ആരെങ്കിലും പറയാണ് എനിക്ക് ഇന്ന ഒരു ആവശ്യമുണ്ട്, എനിക്ക് കുറച്ച് പണം തരണം. നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത പൈസ ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെയുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് അവരുടെ കയ്യിലില്ല. റീസെന്റ്ലി ഞാനൊരു ഒരു കേസ് ഞാൻ കണ്ടത്, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വന്നൊരു കേസിൽ ഫാമിലി ഭയങ്കര ഒരു സ്ട്രഗ്ലിംഗ് ഫേസിലൂടെ പോകുന്ന ഒരു ഫാമിലിയാണ്. പക്ഷെ പെട്ടെന്ന് മകൻ പറഞ്ഞു എനിക്ക് ഐഫോൺ വേണം. ആക്ച്വലി ആ കുട്ടിക്ക് ഐഫോണിന്റെ ആവശ്യമില്ല. ബട്ട് അമ്മ സ്ട്രഗിൾ ചെയ്ത് ആ ഐഫോൺ മേടിച്ചു കൊടുത്തു. ആൻഡ് ദി പർപ്പസ് ഈസ് വളരെ സിമ്പിൾ. അവന് പബ്ജി കളിക്കുക, നല്ല സ്മൂത്ത് ആയിട്ട് ഗെയിം കളിക്കാൻ ഒരു ഫോൺ എന്ന രീതി മാത്രമേ അവൻ അതിനെ കാണൂ. പക്ഷെ ആ ഒരു വ്യക്തി അതിനുവേണ്ടി എടുത്ത സ്ട്രഗിൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. ആ സമയത്ത് ഒരു നോ പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് അവിടെ ഒരു മാറ്റവും വരാനില്ല. ഇങ്ങനെയുള്ള മിയർ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളെ അമിതമായിട്ട് ഫോഴ്സ് ചെയ്യാതിരിക്കുക. നോ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ നോ പറയേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ നോ പറയാൻ വേണ്ടി ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഓൾറെഡി പറഞ്ഞു, പലരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തന്നെയാണ് ഇപ്പോഴും എന്റെ വീഡിയോസ് കാണുന്നത്. നിങ്ങൾ ഉറപ്പായിട്ടും സബ്സ്ക്രിപ്ഷൻ ഓൺ ചെയ്യുക. കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.